ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 1200 കൊല്ലവർഷം 1200-ാം ആണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നുചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും ക്ലേശങ്ങൾ മാറി സമ്പൽ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും വന്നു ചേരുന്നതിനുള്ള മാർഗങ്ങളാണ് വിചിന്തനം ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതുമാണ്. അശ്വതി നക്ഷത്രക്കാരായിരിക്കുന്ന മേടം രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് 1200-ാം ആണ്ടിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം ഏറ്റവും വലിയ ഭാഗ്യാധിപൻ കൂടിയാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. ആ വ്യാഴത്തിൻ്റെ അവസ്ഥ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഈ ഒരു വർഷം ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. അതിന് സംശയിക്കേണ്ടതില്ല. കൂടാതെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുകയും ചെയ്യും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. വിദേശ ധനം കൈകാര്യം ചെയ്യുവാനൊക്കെ നല്ല യോഗമുള്ള ഒരു വർഷമാണ്. ഒരു പരിധിവരെ ഒരല്പം ചെലവ് ഏറിയിരിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന 3 ആഗ്രഹങ്ങൾ എങ്കിലും ഈ പ്രാവശ്യം ഈ ഒരു കൊല്ലവർഷം 1200-ൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും. വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വിവാഹം നടക്കുന്നതിനും, അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് വാഹനം വന്നു ചേരുന്നതിനോ, അതുമല്ല ഒരു ഗൃഹം വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ആകാം. അതുമല്ല ദീർഘനാളായി വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഉത്തമമായ വർഷമാണ് ഈ 1200-ാം ആണ്ട്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ നയവും കഴിവും ഉപയോഗിച്ച് വിജയിക്കുവാനായിട്ട് സാധിക്കും. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും, അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും, അതുപോലെ തന്നെ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഡോക്ടേഴ്സ്, നേഴ്സുമാർ, മറ്റ് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിലൊക്കെ പെടുന്ന എക്സ്റേ, സ്കാനിങ്, ലാബറട്ടറി, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്കും പുരോഗതികൾ വന്നു ചേരും. പ്രൊമോഷനുകൾ വന്നു ചേരുക, ശമ്പള വർധനവ് വന്നു ചേരുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി നിൽക്കുന്ന യുവതീ യുവാക്കൾക്കും യൗവനയുക്തരായിരിക്കുന്നവർക്കും തൊഴിലില്ലാത്തവർക്ക് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ജോലി ലഭിക്കുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്ത് സന്തോഷവും ഐശ്വര്യവുമുള്ള കാലം. അധിക ശനി ദോഷങ്ങളൊന്നും ബാധിക്കാത്ത ഒരു വർഷം കൂടിയാണ് 1200 കൊല്ലവർഷം ഈ അശ്വതി നക്ഷത്രക്കാർ. രാഹുവിൻ്റെ ദോഷങ്ങളും അങ്ങനെ അധികമായിട്ട് പറയുവാനില്ല. ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നല്ല രീതിയിൽ പ്രസരിപ്പോടുകൂടി പ്രവർത്തിക്കുന്നതിനുമൊക്കെ ശനിദേവനെ പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ച വ്രതമെടുക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ധന്വന്തര മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത്.
ഓം നമോ ഭഗവതി വാസുദേവായ ധന്വന്തരി അമൃതകലശകസ്ഥായ സർവ ആമയ നിവാരണായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമ എന്നുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ അശ്വതി നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിൻ്റെയും ധന്വന്തരി മൂർത്തിയുടെയും അനുഗ്രഹത്താൽ ദോഷങ്ങളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും നല്ല വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുവാനൊക്കെ യോഗമുണ്ട് യുവതി യുവാക്കൾക്കും ഒക്കെ. PSC ടെസ്റ്റുകളായാലും മറ്റ് IELTS MOH പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവർക്കായാലും വിജയിക്കുവാൻ പറ്റിയ ഒരു വർഷമാണ്. അതിനായിട്ട് വിദ്യാഗോപാലക മന്ത്രം സ്ഥിരമായിട്ട് ജപിച്ചാൽ ബുദ്ധിക്ക് ഉണർവും ഉന്മേഷവും ഒക്കെ വന്നിച്ച് തക്ക സമയത്ത് കിടക്കുന്ന കാര്യങ്ങൾ പോലും ഓർമ്മ വരുവാനായിട്ട് സാധിക്കും. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ എന്ന ആ പ്രാർത്ഥന ചൊല്ലുക. അപ്പോൾ പഠിക്കുവാനുള്ള ഉത്തേജനം ലഭിക്കും. അലസതയൊക്കെ വെടിഞ്ഞ് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നവർക്കുമൊക്കെ അതൊക്കെ മാറി നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്നതിനും ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് നടക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വർഷമാണ്. വിവാഹ ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയങ്ങളാണ് വരുന്നത്. അപ്പോൾ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കും. അതിനായിട്ട് ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് വിവാഹ കാര്യങ്ങൾക്കായിട്ട് യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ സ്വാഹ എന്ന ആകർഷണ മന്ത്രം ജപിച്ചാൽ ആകർഷണമായ രീതിയിൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ശത്രുക്കളുടെ ഏതെങ്കിലും ദോഷങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. അത് ഒരു പരിധിവരെ അവരവർക്ക് തന്നെ അറിയാം. തൊഴിൽ മാന്ദ്യം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചെയ്ത്ത് ദോഷം, കണ്ണേറ് കിട്ടുക, നാവൻ ദോഷം, മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ആഭിചാരങ്ങളൊക്കെ ശത്രുക്കളിൽ നിന്നുണ്ടാകുക ആണേ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് സുദർശന മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. ദോഷങ്ങളൊക്കെ മാറി സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുവാനായിട്ട് സാധിക്കും. സുദർശന മന്ത്രം അറിയാവുന്നവർക്ക് അങ്ങനെ ചൊല്ലാം, അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ നോക്കി ചൊല്ലാം. ഓം ക്ലീം ഹ്രീം കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ നമ എന്നുള്ള മന്ത്രമോ ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേശ്ചമേ എന്നുള്ള വിദ്യാമന്ത്രവും ഒക്കെ ജപിച്ചാൽ വളരെയധികം ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കും. കുടുംബ കലഹമൊക്കെ ഉള്ളവർ, അതൊരു പ്രധാന കാര്യമാണ്. അത് ഐക്യമത്യ മന്ത്രമൊക്കെ ജപിച്ചാൽ പ്രാർത്ഥിച്ചാൽ, വെള്ളിയാഴ്ച ദേവീക്ഷേത്ര സന്നിധിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ, ശിവപാർവതി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ, അങ്ങനെയുള്ള കുടുംബ കോടതിയിലൊക്കെ കേസ് കിടക്കുന്നവർക്ക് അത് വിട്ടുപോകുന്നതിനും പിണക്കങ്ങളൊക്കെ മാറി ദമ്പതികൾക്ക് ഐശ്വര്യപൂർണമായി തീരുന്നതുമാണ്. തൊഴിൽ രംഗത്തെ ഏതെങ്കിലും രീതിയിലുള്ള കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീടുന്നതിനും, സഹപ്രവർത്തകരുമായിട്ടും ഉടമ്പടി പ്രകാരം എഗ്രിമെൻ്റ് വെച്ച് ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അത് മുഖാന്തരം ഏതെങ്കിലും കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ കേസുകളൊക്കെ മാറി മുൻപോട്ട് പോകുവാൻ പറ്റുന്ന ഒരു വർഷമാണ് അശ്വതി നക്ഷത്രക്കാർ. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.